നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെയാണ് ലീപ് ഗവേഷണ വികസന കേന്ദ്രം സ്ഥാപിച്ചത്. പ്രമുഖ IT കമ്പനി സോഹയുടെ സ്ഥാപകനായ ശ്രീധർ വെമ്പു, കേരള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ, മറ്റു പ്രമുഖ വ്യക്തികൾ ഇന്ന് കൊട്ടാരക്കരയിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. സ്റ്റാർട്ടപ്പ് മിഷനും IHRDയും തമ്മിലൊരു ധാരണ ഉണ്ടാക്കി ഒരു സ്ഥലം ഡെവലപ്പ് ചെയ്തു. ആ സ്ഥലത്ത് ഇപ്പോൾ ഇവർ വർക്ക് ചെയ്യുന്നത് ഇത് ഇവരുടെ ഒരു പൈലറ്റായിട്ടുള്ള പ്രൊജക്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. 30-40 പേരെ വർക്ക് ചെയ്യുന്നുള്ളൂ. അത് വെറും IT പാർക്കായിട്ടല്ല. നിങ്ങൾ ആ ക്യാമ്പസ് കണ്ടു. ITക്കകത്ത് ലേറ്റസ്റ്റ് ഇപ്പം AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും അടക്കമുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്ന R&D ഫെസിലിറ്റിയാണ് ഇപ്പോൾ അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ആ മേഖലയിൽ ഒരു കുറേയേറെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം തന്നെ അവർ പറഞ്ഞു, ഈ 21-ാം തീയതി ഈ IHRD ക്യാമ്പസിൽ വെച്ച് തന്നെ പുതിയ കുട്ടികളുടെ ഒരു എടുക്കുന്ന സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നുണ്ട്. അത് വെച്ചാൽ ആളുകൾ വരുന്നതിന് അവർക്ക് പറ്റുന്ന ക്യാമ്പസ് ഇൻ്റർവ്യൂ പോലെ അല്ലേ, ക്യാമ്പസ് ഇൻ്റർവ്യൂ ആണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളെ എടുത്ത് അവർക്ക് പറ്റുന്ന ആളുകൾ ഇപ്പം തന്നെ അവർ 5-6 പേരുടെ ടീം ഇവിടെ വന്നിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം റിസർച്ച് ഡെവലപ്മെൻ്റ് ആണ് ഇനിഷ്യൽ സ്റ്റേജിൽ. അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള ലാബ് ഫെസിലിറ്റി, ലാബ് എന്ന് പറയാവുന്ന വർക്ക് പ്ലേസസ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്തത്. ഇത് വന്ന് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണ രീതിയിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഉള്ളതിനേക്കാളും വ്യത്യാസമാണ്. കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിന് അടിസ്ഥാനപരമായി അതിൻ്റെ ചുറ്റുപാടും ധാരാളം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വരുന്ന സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു നല്ല ഒരു സ്ഥാപനം, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പം തുടക്കമാണ്. ഇത് കൂടിയ ലെവലിൽ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുന്ന തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ ഇതൊക്കെ നന്നായി വരുവാണെങ്കിൽ അവർക്ക് പ്ലാൻ അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്, കൂടുതൽ ഡെവലപ്മെൻറ്റ് വരാൻ. പക്ഷേ ആദ്യമേ ഇത് സക്സസ്ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സാധാരണ ഒരു IT പാർക്കോ IT സ്ഥാപനമോ എന്നതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി നമ്മുടെ കേരളത്തിൻ്റെ സാധ്യതകൾ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥാപനമാണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ചോദിക്കുക. ശ്രീധർ ഇവിടെയുണ്ട്, അവരുടെ ടോണിയുണ്ട്. നിങ്ങളവരുടെ ശ്രീ ജയരാജാണ് അവരുടെ ഇവിടുത്തെ കാര്യങ്ങൾ ഹെഡ് ചെയ്യുന്ന ജയരാജാണ്. നേരത്തെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മേഖലയിൽ അവിടെ ഹെഡായിരുന്നു. ഇപ്പം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്, ഇതിനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അനൂപ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. അതുകൊണ്ട് സോ യു ക്യാൻ ടെക്നോളജി വൈസ് അഡ്ജസ്റ്റ് ചെയ്യല്ലോ. ചോദ്യങ്ങൾ ചോദിച്ചാലേ ഇതിനെപ്പറ്റിയുള്ള നിങ്ങൾ ചോദിച്ചോ. ഇവരായിട്ട് ഇൻട്രഡക്ഷനാണ്. ഞാനിതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. Yeah, Kottarakara, we are starting a division of Zoho Labs. Zoho Labs is mostly research and development, including in artificial intelligence, language model, LLM, all of that. So we'll start a small research group here, headed by Jayaraj. And he has already been working in Zoho R&D for many years now. He used to be in Chennai and in Tenkasi. Now he has come back to Kerala and he's now in Kottarakara. He will start with about 20 people. He is picking the people and is training. Some of the project will involve language translation, all of that. All of the AI areas we are working on, from voice, video, all that. This will primarily here, the focus will be on translation of language from Tamil to Malayalam, all that type of thing. That's what we'll be working on here. That's the R&D group focus. Then once that gets established, we will start growing. That's the idea. I also want to point out how hard our Honorable Minister has worked to bring us here. He came to Tenkasi, he spent time in our office, he spent 3 hours there. I came to meet him here in Trivandrum, and it's very refreshing to see committed leadership who wants to develop the state. So I want to thank him for all the hard work he has done. Thank you sir. We like we like a small town, but anywhere in Kerala, the quality of life is good, the talent pool is good, the engineering college is here.
So why pick a big city and be very crowded? Why not spread out? We are already in Tenkasi, and you know that's a very small town, and in fact we are in a village. Kottarakara is bigger than that, so you can have a center here. That is why. There's even a good, nice engineering college here. So our goal is we want to spread the jobs, good jobs everywhere. And as I said in my my remarks before, Kerala has very good R&D talent. If we keep the talent and employ here, Kerala can be the most developed state in the country if we use the brain power properly. So that's what we want to lay the foundation for that here. Your expectation and future plans in Kerala? So we always start with a small group. R&D always starts small. Then we keep growing. So in Tenkasi we started 10 years ago, 11 years ago with 6 people. Now we have close to 1,000 people. Similar in the next 10-year trajectory I foresee. Growth steadily, and it all depends on our ability to recruit talent, create talent and retain talent. It's very important to retain talent. That is also our big priority here. പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ നാട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് യുവജനങ്ങളുടെ എക്സോഡസാണ്. ഒരുപാട് ആൾക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു. പണ്ടൊക്കെ അത് ബിടെക് കഴിഞ്ഞിട്ടായിരുന്നു പോയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് +2 കഴിഞ്ഞിട്ട് തന്നെ ഓസ്ട്രേലിയയിലേക്ക്, ന്യൂസിലൻഡിലേക്ക് പോകുന്നു എന്നൊരു പ്രധാനപ്പെട്ട സോഷ്യൽ പ്രശ്നം കേരളത്തിൽ നിന്ന് ഉയർന്നു വരിക. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ ആസ് എ കൺട്രി എപ്പോഴും കൺസ്യൂമേഴ്സാണ്. നമ്മൾ ഗൂഗിളിൻ്റെ കൺസ്യൂമേഴ്സാണ്, നമ്മൾ നെറ്റ്ഫ്ലിക്സിൻ്റെ കൺസ്യൂമേഴ്സാണ്, നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ കൺസ്യൂമേഴ്സാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു മാർക്കറ്റ് ഉള്ളപ്പോൾ നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടല്ല, അതിനുള്ള എഞ്ചിനീയർ, ബിക്കോസ് ഇന്ത്യൻസ് ആർ ദ വൺസ് ഹു ഇസ് ഗോയിങ് ആൻഡ് ബിൽഡിങ്. ഇഫ് യു ലുക്ക് അറ്റ് ദ Fortune 100 CEOs, ഒരുപാട് പേര് ഇന്ത്യക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് അത് നടക്കുന്നില്ല? ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് സോഹോ പോലെയുള്ള ഒരു കമ്പനി ചെന്നൈയിൽ നിന്നും തെങ്കാശി പോലുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വേൾഡ് ക്ലാസ് പ്രോഡക്ട്സ് ഉണ്ടാക്കാമെന്നുള്ളത് അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോഹോ ഇസ് ബീങ് യൂസ്ഡ് ബൈ countries across the world. അപ്പോൾ ഒരു വേൾഡ് ക്ലാസ് മേക്ക് ഇൻ ഇന്ത്യ, യൂസ് ദ വേൾഡ്, ലെറ്റ് ദ വേൾഡ് യൂസ് ഇറ്റ് എന്നുള്ള ഒരു ഇത് അവർ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു R&D സെൻറ്റർ ഏറ്റവും സാധ്യതകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ വളരെ വളരെ മുന്നേറി കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ പ്രോഡക്റ്റുകൾ, ലോകത്തിന് വേണ്ടിയുള്ള വലിയ പ്രോഡക്റ്റുകൾ, അത് സോഫ്റ്റ്വെയർ ആവണമെന്ന് തന്നെ ഇല്ല, അത് റോബോട്ട്സ് ആവാം, അത് ലാംഗ്വേജ് മോഡലുകളാവാം, അത് മെറ്റീരിയൽ സയൻസസ് ആവാം. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാവിധത്തിലുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങളും നമ്മൾക്ക് ഈ സെൻറ്റർ വഴി നടത്താൻ കഴിയും. അതുകൊണ്ടാണ് ധനകാര്യമന്ത്രി നേരത്തെ പറഞ്ഞത്, ഇതൊരു കൊച്ച് 40 പേരിരിക്കുന്ന ഒരു സെൻറ്ററായിട്ട് ഇതിനെ കാണരുത്, ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് ഇത് മാറണം എന്നുള്ളതാണ്. അതിന് എല്ലാ ആൾക്കാരുടെയും സഹായവും സഹകരണവും നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. നമ്മളൊരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ജയരാജനെ പോലുള്ള ഒരു സെൻറ്റർ ഹെഡിനെ നമുക്ക് കിട്ടിയതാണ്. ജയരാജ് ഒരു ചില്ലറക്കാരനല്ല. ലെറ്റ് മീ ജസ്റ്റ് പുട്ട് ഇറ്റ് ദാറ്റ് വേ. ജയരാജ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് എഞ്ചിനീയേഴ്സ് ദാറ്റ് ഐ ഹവ് സീൻ. ദർ ആർ അതർ പീപ്പിൾ ഓൾസോ. ഇവിടെ ബാർക്കർ എന്ന് പറഞ്ഞ് വേറെ ആൾ പുറത്ത് നിൽപ്പുണ്ട്. ദർ ആർ സം ഫൈൻ എഞ്ചിനീയേഴ്സ് ഇൻ കേരള. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. Jairaj is one such person. 3.5 വർഷം. Tony is another fine engineer. Tony actually ഇവരെല്ലാം IIT, ആ കാലത്ത് IIT BTech കഴിഞ്ഞ ആൾക്കാരാണ്. ജയരാജിൻ്റെ കാര്യമല്ലേ പറയാം, ടോണിയുടെ ആയാലും ശ്രീധറിൻ്റെ ആയാലും. സോ ദീസ് ആർ ഹാർഡ് കോർ എഞ്ചിനീയറിംഗ് ടാലൻറ്റ് ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഓൺ ദ സ്റ്റേജ് ഹിയർ. അപ്പോൾ ഇതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ, വലിയ ഉൽപ്പന്നങ്ങൾ, വലിയ പ്രോഡക്റ്റുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ്. നമ്മൾ മഹേഷിനെ പോലുള്ളൊരു കൊട്ടാരക്കരക്കാരനും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം വന്ന എല്ലാവരെയും നമ്മൾ പരിചയപ്പെടുത്തുന്നില്ല, കാരണം അവരുടെ ബിസിനസ് സീക്രട്ടുകളൊക്കെ അതുകൊണ്ടാണ് ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അവരത് ഫേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട നല്ല ആളുകളെ കൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു തുടക്കമായിട്ട് നല്ലതുപോലെ വരുന്ന ഈ പറഞ്ഞതുപോലുള്ള കാഴ്ചപ്പാടാണുള്ളത്. പിന്നെ ഇവർ ഏതൊക്കെ മേഖലയിലാണ് ചെയ്യുന്നതെന്നോ ഇതൊക്കെ നമ്മളിവിടെ കുറച്ച് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതല്ലേ. ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ എത്ര ശരിയാവില്ല, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറയാം. സോ ഇൻ കേരള
we see a lot of small teams, that are doing very interesting work. The ISRO and defense and PSUs, they're doing a lot of interesting projects. So there is a lot of technology for us to take and make part of the global market. So we see a lot of potential in Kerala. We have started meeting many companies, and I think what they need is more exposure, more market development. So we are seeing that as a great opportunity in that to tap the talent in Kerala. So we are excited. I think like Minister said, this is just the beginning. We see this as, if this works, we see a lot of new technologies that are already in Kerala in some way that we can develop and make global products from. So that's what we are excited about. Kerala has one of the best quality of life in all of India. I mentioned peaceful but also very green state, and this is ideal for R&D work, high value addition work. Kerala does not have land to put up a 1,000-acre factory, but R&D work, very critical work we can do here, brain power work. And the people with brain power also want good quality of life. And Kerala has very good quality of life, particularly all of the smaller towns. I don't mean just the big cities, but the smaller towns everywhere. The quality of life is excellent, the housing is good, all of that. We have to take advantage of all these advantages and not only develop local talent, but also bring good talent from elsewhere in India to Kerala. That is possible. If we can do that, because the quality of life is a big draw. If we can do that, this can become a R&D hub for our entire nation. Like how Taiwan is, how South Korea is, like that Kerala can become an R&D hub. So that is the vision. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഏതാ ആളുകൾ എടുക്കുന്നതോ? ഹൗ യു റിക്രൂട്ട്? ജയരാജ്, you want to How you recruit? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് ഞാനൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻസ്പിറേഷനായി പ്രവർത്തിച്ച മിനിസ്റ്റർ, സോഹോയിൻ്റെ CEO ശ്രീധരൻ വിജി, ടോണി തോമസ്, KCM, അനു അംബിക, എല്ലാവരുടെയും ഞാൻ വളരെ താങ്ക്സ് പറയുന്നു. പിന്നെ ഇതിൻ്റെ നമ്മുടെ സോഹോ ഒരു ടെക്നോളജി കമ്പനി ആണെങ്കിലും വളരെ ഒരു പീപ്പിൾ സെൻട്രിക് കമ്പനിയാണ്. അപ്പോൾ സോഹോയിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് റൈറ്റ് ആൾക്കാരെ കണ്ട് പിടിച്ച് അവരെ ട്രെയിൻ ചെയ്യുക, എംപവർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെപ്പോലെയുള്ള ആൾക്കാർ മുതൽ എല്ലാ ലെവൽസിലും അങ്ങനെയാണ്. അവർക്ക് ഇപ്പോൾ പറയില്ല, ഓട്ടോണമി, പർപ്പസ്, ഇതൊക്കെയാണല്ലോ ഒരാൾക്ക് വർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളും ഇവിടെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറ്റിയ റൈറ്റ് ആൾക്കാരെ കണ്ടുപിടിച്ച് നമ്മൾ ട്രെയിൻ ചെയ്ത് എംപവർ ചെയ്ത് അവർക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു വളരെ ഹൈ ലെവലിൽ പറയാവുന്നത്. പിന്നെ നമ്മുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് ഇപ്പോൾ കുറച്ച് ദിവസത്തിനകത്ത് ഇവിടെ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഏരിയ, അതായത് ഒരു കമ്മ്യൂട്ടബിൾ ഡിസ്റ്റൻസിലൂടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന കോളേജസിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള എല്ലാ കോളേജസിനും ഓപ്പൺ ആയിരിക്കും. നമ്മൾ എൻജിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ, പോളിടെക്നിക്, BSc, MSc സയൻസ് ഗ്രാജുവേറ്റ്സ്, ഇവരെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, അതിൽ വരാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ AI, മെഷീൻ ലേണിംഗ്, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ പല സ്ട്രീംസിലും നമുക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെല്ലാവരും ഉൾക്കൊള്ളിച്ചുള്ളൊരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൽ സെലക്റ്റഡ് ആവുന്ന കുട്ടികളെ നമ്മൾ ഒരു ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യും. എന്നിട്ട് ജനറലി സോഹോ, എന്നിട്ട് അതിൽ അവരുടെ ഫൈനലി സോഹോ നമ്മുടെ ടീമിൻ്റെ ഭാഗമാവും. അതാണ് നമ്മൾ അവരെ വിളിച്ചിട്ട് ഒരു ഓപ്പൺ ആപ്ലിക്കേഷൻസ് ആണ്. നമ്മുടെ HR ഓൾറെഡി ഇവിടുത്തെ എഞ്ചിനീയർ കോളേജസിനൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ, അതെ റിട്ടേൺ എക്സാം ഉണ്ടാവും, പിന്നെ ഇൻ്റർവ്യൂ പ്രോസസ്സൊക്കെ ഉണ്ടാവും. We have a good active startup program to work with startups, both in terms of enabling them with our software and also helping them
to take to market, all that. So all of those activities we do. So now the primary thing now is data privacy, and this has become a big movement. It started in Europe with GDPR regulation, but it spread around the world. India also now has a very strong privacy regulation. We have to comply with all this. We also want to retain our domestic data for our own training. It's very important because AI now training is very important. The training data, we must use our data internally. I think a lot of it is also will be legislation, not just company policy but also law.